ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നില്ല കാര്യങ്ങളൊക്കെ. ഞാനിന്ന് എത്തിയേക്കുന്നത് ഒരു ബിരിയാണി വ്ളോഗുമായിട്ടാണ്. ലാസ്റ്റ് സൺഡേ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇന്നത്തെ താരം. നമുക്ക് എന്ത് സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിലും നമ്മുടെ കുക്കിംഗ് ഗുരു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഷാൻജിയോ ആണല്ലേ. ഷാൻജിയോനെ കുറിച്ച് കുറേ വീഡിയോസും റീലും ഒക്കെ കാണാറുണ്ട്. കാരണം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എങ്ങനെ കുക്ക് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഷാൻജിയോ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ ഇത് ചെയ്യുമ്പോൾ ഒരാൾ മറ്റേത് ചെയ്യും, അങ്ങനെ. അപ്പോൾ ഷാൻജിയോ പറഞ്ഞത് കുക്കർ ബിരിയാണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുക്കറിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അത് എളുപ്പമാണ്. അതുപോലെ ടേസ്റ്റിനൊന്നും അത്ര വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒറിജിനൽ ബിരിയാണി ഇൻ ദ സെൻസ് ഇങ്ങനെ നമ്മൾ അല്ലാതെ ചെയ്യില്ലേ ബിരിയാണി, അതുപോലെയല്ല. ഇതൊരു മിക്സ് പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്നാലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ എളുപ്പമാണ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായി, അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് മാംഗോസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് എല്ലാ അരിയും, പിന്നെ ഉള്ളി, തക്കാളി, അതൊക്കെ വേണ്ട സംഭവങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ, അതൊക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ഞാൻ മെയിനായിട്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. കുറച്ച് നമുക്ക് എത്ര ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ലിമിറ്റ് ചെയ്താണ് എണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയിൽ അതൊക്കെ വഴറ്റി കഴിഞ്ഞ് ബിരിയാണീൻ്റെ ഫ്ലേവേഴ്സും സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ വഴറ്റി ഒക്കെ കഴിഞ്ഞ് അതിൽ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ തലേന്നേ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല, അതായത് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് അത് ഉള്ളി എല്ലാം വഴറ്റി, തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ചിക്കൻ ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് അതൊന്ന് ആ ഒരു ഇതൊക്കെ പിടിച്ചൊന്ന് സെറ്റപ്പ് ആവണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല. കാരണം അടിഭാഗത്ത് ചിക്കനും അതിന് മേലെ അരിയായിട്ട് വേണം നിൽക്കാൻ. ഒരു തവീനെ കൊണ്ട് ഇങ്ങനെ തട്ടി ഒന്ന് ലെവലാക്കാനേ പാടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റാക്കി കുക്കറിലിട്ട് അടച്ചു വെച്ചു. ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അതുപോലെ വെച്ച് പിന്നെ എടുത്തപ്പോഴത്തേക്ക് ഫുൾ സെറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല ബിരിയാണി ആയിട്ട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയും, ഇത് ഇറച്ചിച്ചോറല്ലേ, ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്കിത് ബിരിയാണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. കാരണം നമ്മൾ കുറേ നേരം അടുക്കളയിൽ നിന്നും ആകെ ഒരു ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുന്നത്. അത് ഫുൾ ടൈം അടുക്കളയിൽ നിന്ന് കാലും വേദനിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് ഇത് മതി, എനിക്കിത് അടിപൊളി പരിപാടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈര് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബിരിയാണി കഥ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.